പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കരുണ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുമണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരും തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം സ്വർഗം തുറന്ന നിമിഷമാണ്. നമ്മൾ ഈ ഒരു നിമിഷം ആചരിക്കുക, ഇതിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കും നമ്മുടെ അകൃത്യങ്ങൾക്കും വേണ്ടി പുത്രനായ ഈശോ നമുക്ക് വേണ്ടി ജീവൻ പൊലിഞ്ഞ നിമിഷം. ഒരുപക്ഷെ സ്വർഗം നമുക്ക് വേണ്ടി തുറന്ന നിമിഷങ്ങൾ. ഓരോ ദിവസവും നമ്മൾ ഈ ഒരു മണിക്കൂർ ആചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അർത്ഥനകളും നിയോഗങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്വർഗം എനിക്കായി തുറന്ന നിമിഷമാണ്. അതൊരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണയോടുകൂടി ആയിരിക്കുമ്പോൾ ആ ഒരു കാര്യം പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ കരങ്ങളിലൂടെ, എൻ്റെ പ്രവൃത്തികളിൽ കൂടെ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ കൂടി ആ കരുണ അല്ലെങ്കിൽ സ്വർഗം പിന്നെയും ആവർത്തിക്കുന്നുണ്ടത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ കരുണയോടുകൂടിയാണോ ഞാൻ ആകുന്നത്? സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോഴും തമ്പുരാൻ നമ്മളോട് ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. ഒരു പക്ഷേ ഈ ദിവസങ്ങളിലെ വാർത്താമാധ്യമങ്ങളിൽ കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വചനത്തിന് എതിരായിട്ട് പോകുന്ന മനുഷ്യരും രാജ്യങ്ങളുമാണ് നമ്മൾ കാണാൻ സാധിക്കുക. എവിടെയും അസമാധാനം, അല്ലെങ്കിൽ എവിടെയും ഈ കരുണയുടെ ഭാവമില്ലാതെ പ്രവർത്തിക്കുന്ന കുറേ മനുഷ്യർ. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാനും കരുണയുള്ളവനാണ്. ഇതൊരു ചോദ്യത്തിനപ്പുറത്തോട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു ആത്മീയ സത്യം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ഓർത്തു വയ്ക്കാം. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും പിന്നിടുമ്പോഴും തമ്പുരാൻ ആവർത്തിക്കുന്നതാണ്, എൻ്റെ ജീവിതത്തിലും സ്വർഗം തുറന്ന നിമിഷങ്ങൾ ഉണ്ടാകണം. അതൊരു പക്ഷേ എൻ്റെ വ്യക്തി ജീവിതത്തിലായിരിക്കാം, ഞാനായിരിക്കുന്ന ഇടങ്ങളിലായിരിക്കാം, വ്യക്തി ജീവിതത്തിലായിരിക്കാം, എൻ്റെ ജീവിത വിളിയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, ഓരോ സ്ഥലങ്ങളിലായിരിക്കാം സ്വർഗം തുറക്കുന്ന നിമിഷങ്ങൾ ആവർത്തിക്കാൻ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം. ശാന്തമാവാം. കാരണം ഈശോയുടെ മുമ്പിലാണ് നമ്മൾ അലട്ടുന്ന ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈശോയുടെ കൂടെയാണ് ഞാനെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. ഒരു പക്ഷേ ഇന്നത്തെ വചന ഭാഗങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനമേകേണ്ട അല്ലെങ്കിൽ അടിത്തറയാകേണ്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പ്രാർത്ഥനയും ഉപവാസവും, ഒപ്പം നമ്മൾ ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളെ പറ്റി. പക്ഷെ അതിനപ്പുറത്തോട് ഓർക്കേണ്ട ഒരു കാര്യം, ആത്മീയമായിട്ട് ഞാൻ പലപ്പോഴും വളരുമ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് വഴി എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എന്താണ് അവരോട് സംസാരിക്കുന്നത്. ഈശോടൊപ്പം ഈ ഒരു നിമിഷമായിരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ഒരു സമയം ആവർത്തിച്ചപ്പോൾ ഇത്രയും ഭാഗ്യപ്പെട്ട നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. ഈ സമയത്ത് ഒരു പക്ഷേ ആ പാപിയായ ആ ഒരു മനുഷ്യനോട് പറഞ്ഞതുപോലെ,
പർദീസയിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ഓർക്കാവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് തമ്പുരാൻ കരുണയോട് കൊടുക്കുന്ന മറുപടിയാണ്, ഞാൻ നിന്നെ തീർച്ചയായിട്ടും ഓർക്കും. ഒരുപക്ഷെ പാരമ്പര്യങ്ങളിലൂടെ പറയുന്നൊരു കഥയുണ്ട് ലോറിങ്കിരൂസ് എന്ന ഭടനെ പറ്റി. അത്രത്തോളം തമ്പുരാനെ മുറിവേൽപ്പിച്ചും വേദനിപ്പിച്ചും ആ ഒരു ഭടൻ ഈശോയെ പിന്തുടരുമ്പോഴും എവിടെയോ ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ വിലാപത്തിൻ്റെ അതിൻ്റെ അപ്പുറത്തോടൊരു കഥ മനുഷ്യന് പറയാനുണ്ടായിരുന്നു. ആ പാരമ്പര്യം പിന്നെയും ആവർത്തിക്കുമ്പോഴും അതിന് ചുവടെന്നോണം അവസാനം ഈ ലോറിങ്കിനേസിനെ പറ്റി ഒരു കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, മരിച്ചോ എന്നറിയാൻ ഈശോയുടെ വിലാപ്പുറത്ത് കുത്തുന്ന ആ ഭടൻ. പക്ഷേ ആ ഒരു അകൃത്യത്തിൻ്റെയും അല്ലെങ്കിൽ വേദനയുടെയും അവസാന ഭാഗവും ആ ഒരു ഭടൻ അനുഷ്ഠിക്കുമ്പോഴും ചെയ്യുമ്പോഴും അവിടെയും സ്നേഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ കരുണയുടെ ഒരു മുഖം മാത്രമാണ് തമ്പുരാൻ കാണിക്കുന്നത്. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമ്മൾ വായിച്ചു വെക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതാണ്, ആ ഹൃദയത്തിന് നമ്മളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും മാത്രമേ അറിയുള്ളൂ. ആ ഒരു സമയം അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയപ്പോഴും അത് ആ ഭടൻ്റെ കണ്ണിലേക്ക് തെറിച്ചപ്പോഴും അവിടെയും കരുണയുടെ മുഖഭാവം പിന്നെയും ആവർത്തിച്ചു. ആ ഭടൻ്റെ കാഴ്ചശക്തി പിന്നെയും തിരിച്ചു കിട്ടി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഞാൻ ആ മനുഷ്യനോട് മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തത് അങ്ങനെയാണെന്നുള്ള പല ആവർത്തി നമ്മൾ പറയുന്ന പല കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ തമ്പുരാൻ വിശുദ്ധ ഗ്രന്ഥം പിന്നെയും ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നവരെ നീ തിരിച്ചു തേച്ചാൽ എന്താണ് മേന്മ? അത് യഹൂദ പ്രമാണികളെ പോലെയും നിയമജ്ഞവരെ പോലെയും നീ ആവർത്തിക്കുന്നതല്ലേ. പക്ഷേ നിന്നെ വെറുക്കുന്നവരെ തിരിച്ച് നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മുടെ സ്വകാര്യതയിലേക്കും പലപ്പോഴും കടന്നു ചെല്ലുമ്പോഴും നമ്മൾ പറയുന്നത്, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്നേഹിക്കാൻ ചേർത്ത് പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് ശത്രുക്കളെന്ന് നമ്മൾ വിലയിട്ട് പറയുന്ന പല ആൾക്കാരും ഒരിക്കലും നമ്മൾ സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ്. അവരെയും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അങ്കണത്തിൽ, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ പലപ്പോഴും നമുക്ക് അവർ സ്വാനം കൊടുക്കുമ്പോഴും ശത്രുതയോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും അവരെ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് തിരുഹൃദയത്തെ പോലെ, തമ്പുരാൻ്റെ തിരുഹൃദയത്തെ പോലെ അവരെയും സ്നേഹഭാവത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചുകൂടാ? ഈ തിരുഹൃദയത്തിന് വണക്കമാസം നമ്മൾ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യം അതാണ്, എൻ്റെ ഹൃദയവും തിരുഹൃദയം പോലെ ആകുന്നുണ്ടോ? എൻ്റെ ജീവിതവും തമ്പുരാൻ്റെ കരുണയുടെ മുഖഭാവം പോലെ മാറുന്നുണ്ടോ? കാരണം പലപ്പോഴും ഈ ഹൃദയത്തിൽ ആർക്കൊക്കെ ഒരു സ്ഥാനം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ സ്നേഹിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നവരുടെ എണ്ണത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലുമുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന കുറേ ആൾക്കാരാണ്. ഒരുപക്ഷെ ഞാനെന്ന ഭാവം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യ താല്പര്യം കൊണ്ടോ മുറിവേറ്റ പല നിമിഷങ്ങളെ നമ്മൾ പല ആവർത്തി പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, അവനോട് അല്ലെങ്കിൽ അവളോട് നീ ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പലവരും ഇടപെട്ട് ഈ ക്ഷമിക്കുന്നതിൻ്റെ മുഖഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് ക്ഷമിക്കാം, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. ഈശോയോട് കൂടിയായിരിക്കുന്ന ഈ ഒരു നിമിഷം അവരൊക്കെ നമുക്ക് ഓർക്കാം, ഈശോയെ എൻ്റെ ജീവിതത്തിൽ നീ കരുണ ചൊരിഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലും എനിക്കും കരുണ ചൊരിയാനുള്ള ഒരു കൃപ തരണം. എനിക്ക് തോന്നുന്നു പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നിന്റെ കൃപ എനിക്ക് മതി എന്നാണ്. ഈ കൃപയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ നിന്റെ കൃപ മാത്രം എനിക്ക് മതി. ഞാൻ തളർന്നു പോകുമ്പോൾ, വേദനിച്ചകലുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുന്ന ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നതിന് കൃപയാണ്. നമുക്കറിയാം നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പോരായ്മകളിൽ പലപ്പോഴും നമ്മൾ പല അർത്ഥനകളും നിയോഗങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉണർത്തുമ്പോഴും ഈ വിലവില പട്ടിക തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം,
അന്ന് കാൽവരിയിൽ തമ്പുരാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. വേദനയിലും സങ്കടത്തിലും സഹനത്തിലുമായിരുന്ന നിമിഷങ്ങളിൽ തമ്പുരാൻ ഉണർത്തിയ പ്രാർത്ഥന പോലെ, പിതാവേ, നിന്റെ ഹിതം എന്തോ അതെൻ്റെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥനകളും നിയോഗങ്ങളും അർത്ഥനകളും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം അതാണ്, എൻ്റെ പ്രാർത്ഥനകളും രൂപാന്തരപ്പെടുന്നുണ്ടോ? നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാകേണ്ട പ്രാർത്ഥന അതിപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രാർത്ഥിച്ച് എല്ലാ പ്രാർത്ഥനയുടെ മനോഭാവത്തോടെ ആയിരിക്കുന്നത് പോലെയാണോ, അതോ അത് രൂപാന്തരപ്പെട്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസ ജീവിതത്തിൽ ഇത്രയും യാത്ര ചെയ്തിട്ടും നമുക്ക് ഒരു വ്യത്യാസവും വളർച്ചയും സംഭവിച്ചില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് രൂപാന്തരങ്ങളാണ്, വ്യത്യാസങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവിനെ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ടോ? ഇതിൽ പ്രാർത്ഥിക്കുന്ന ഓരോ അവസരങ്ങളിലും കുറച്ചുകൂടി സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടോ? പലപ്പോഴും കുടുംബ പ്രാർത്ഥനകളിലേക്കൊക്കെ നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അവസരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും പല ഭാവത്തിലും സങ്കടപ്പെടുത്തുന്നതൊക്കെ ചുറ്റുമുള്ള ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മുടെ പ്രാർത്ഥനകൾ രൂപാന്തരപ്പെടുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനപ്പുറത്തോട്ട് എൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലുമായിരിക്കുമ്പോഴും ആ പ്രാർത്ഥനകൾ എന്നെ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്? ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് തമ്പുരാനിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുക എന്നതാണ്. കൃപയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ഈശോയെ രൂപാന്തരപ്പെടുത്തേണ്ടത് എവിടെയാണ്? പലപ്പോഴും ഈ ചോദ്യചിഹ്നത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിലായിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തെ എവിടെയാണ് രൂപാന്തരപ്പെടുത്തേണ്ടത്? നമുക്കറിയാം, ആത്മീയ ജീവിതം എന്ന് പറയുന്ന അത്രയും വലിയ സാഗരത്തിൽ പലപ്പോഴും നമുക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ആത്മീയ ഇരുണ്ട രാത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിച്ചിട്ടൊരു അനുഭവമില്ലാത്ത നിമിഷങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പല പരാതികളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, കുറച്ചുകൂടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ എനിക്ക് അങ്ങയുടെ കൃപ തരണേ എന്നാണ്. ഒരു കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ നിയോഗവും നമുക്കതാക്കി മാറ്റാം. ഈശോയെ കുറച്ചുകൂടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, കുറച്ചുകൂടി നിന്നോട് നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് കൃപ തരണേ. കാരണം ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടത്തോടു കൂടി ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നതാണ്. ഈ ഒരു കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുക്കാം. ഈശോയെ എൻ്റെ ജീവിതവും നീ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ പ്രാർത്ഥനകളും നീ രൂപാന്തരപ്പെടുത്തണമേ, കരുണയോടുകൂടി ഓരോ നിമിഷവുമായിരിക്കാൻ എന്നെ അനുവദിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു കൃപയുടെ മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കരുണ ചൊരിയാൻ, കൃപ ചൊരിയാൻ നമുക്ക് ഓരോരുത്തർക്കും അർഹതയുള്ളവരായി തീരാം. ഈശോയെ എൻ്റെ ജീവിതവും നീ രൂപാന്തരപ്പെടുത്തണമേ. താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈശോയെ ആരാധന, സ്തുതി, മഹത്വം ഈശോയെ. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
എന്നുമെന്നും അങ്ങേക്കാരാധന.